തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിന്റെ നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. തിരുപ്പൂർ ജില്ലയിലെ മടത്തുകുളം താലൂക്കിലെ രാജാവൂർ കമ്പളനായ്ക്കൻ തെരുവിലൂടെ ദളിത് വിഭാഗക്കാർ ചെരുപ്പിട്ട് നടന്നു. ജാതി വേർതിരിവും ഐത്തവും നടമാടിയിരുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് സവർണരുടെ അപ്രഖ്യാപിത വിലക്ക് പൊട്ടിച്ചെറിഞ്ഞ് 60 ദളിതർ ചെരുപ്പിട്ട് നടന്നു നീങ്ങിയത്. ഈ തെരുവിലൂടെ ചെരുപ്പിട്ട് നടക്കാനോ സൈക്കിൾ ചവിട്ടാനോ ദളിതർക്ക് നൂറ്റാണ്ടിലേറെയായി അനുമതി നൽകിയിരുന്നില്ല അവിടുത്തെ സവർണ വിഭാഗക്കാർ. 300 മീറ്റർ നീളമുള്ള തെരുവിലെ 60 കുടുംബങ്ങളും നായ്ക്കർ സമുദായത്തിൽപ്പെടുന്നവരാണ്. രാജാവൂർ ഗ്രാമത്തിലെ ആകെയുള്ള 900 കുടുംബങ്ങളിൽ 800 കുടുംബങ്ങളും ഉന്നത ജാതിയായ ഗൗണ്ടർ നായ്ക്കർ സമുദായത്തിൽപ്പെടുന്നവരുമാണ്. അരുന്ധതിയാർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് തെരുവിലൂടെ ചെരുപ്പിട്ട് നടക്കാൻ അനുമതിയുണ്ടായിരുന്നില്ല. പട്ടികവർഗ വിഭാഗക്കാർ തെരുവിലൂടെ നടന്നാൽ അവർക്ക് നേരെ വധഭീഷണി വരെ ഉണ്ടായിരുന്നു. കൂടാതെ അവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ വരെ ദളിതർക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. പട്ടികജാതി വിഭാഗക്കാർ തെരുവിലൂടെ ചെരുപ്പിട്ട് നടന്നാൽ ദേവി അവർക്ക് മരണം വിധിക്കുമെന്ന് പറഞ്ഞായിരുന്നു വേർതിരിവ് കാണിച്ചിരുന്നത്. അതിനാൽ അരുന്ധതിയാർ വിഭാഗക്കാർ തെരുവിലൂടെ നടന്നിരുന്നില്ല. പതിറ്റാണ്ടുകളായുള്ള അടിച്ചമർത്തലായിരുന്നു ഇത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗ്രാമത്തിലെ താഴ്ന്ന ജാതിക്കാർ ഈ പ്രശ്നം ദളിത് സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് സാമൂഹിക പ്രവർത്തകർ ഇടപെട്ടാണ് ചെരുപ്പിട്ട് ഞായറാഴ്ച തെരുവിലൂടെ അവർ നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം തൊട്ടുകൂടായ്മ നിരോധിച്ചതാണ്. എങ്കിലും പട്ടികജാതിക്കാർ ചെരുപ്പിട്ട് തെരുവിലൂടെ നടന്നാൽ 3 മാസത്തിനുള്ളിൽ അവർ മരിക്കുമെന്നും പ്രബല ജാതിയിലുള്ളവർ പറഞ്ഞു പരത്തുകയായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചിലർ ആ കഥകളൊക്കെ അങ്ങ് വിശ്വസിച്ചു. തുടർന്ന് ചെരുപ്പ് ധരിക്കാതെ തെരുവിലൂടെ നടന്നു. അത് കഴിഞ്ഞ ഞായറാഴ്ച വരെയും തുടർന്നു പോരുന്നു. തെരുവിലൂടെ ചെരുപ്പിട്ട് നടക്കാൻ അരുന്ധതിയാർ വിഭാഗക്കാർ തീരുമാനിച്ചെങ്കിലും പ്രതിഷേധമായതിനാൽ പോലീസ് അനുമതി നൽകിയിരുന്നില്ല. തീരുമാനം മാറ്റണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. ഒരു വിഭാഗം പിന്മാറിയെങ്കിലും CPMന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ദളിതർക്ക് പ്രവേശനമില്ലാത്ത രാജകാളിയമ്മൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും അവർ തീരുമാനിക്കുകയായിരുന്നുവെന്ന് തമിഴ്നാട് ഐത്തോച്ചാടന മുന്നണി സെക്രട്ടറി CK കനകരാജ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് 60 ദളിതർ തെരുവിലൂടെ ചെരുപ്പ് ധരിച്ച് നടന്നത്. ആരും തടഞ്ഞില്ല. പ്രദേശത്ത് പോലീസ് സാന്നിധ്യമുണ്ടായിരുന്നു. തെരുവിലൂടെ നടന്നുവെങ്കിലും ഇപ്പോഴും ചില ദളിതർ ഭയത്തിലാണെന്നതാണ് മറ്റൊരു കാര്യം. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി നിരവധി ആളുകൾ തെരുവിലൂടെ നടന്നതിനാലാണ് എതിർപ്പുണ്ടാകാതിരുന്നത്. ഒറ്റയ്ക്കിനി നടന്നു തുടങ്ങുമ്പോൾ ഉയർന്ന ജാതിയിലുള്ളവർ തടയുകയോ ആക്രമിക്കുകയോ ചെയ്യുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട്.